മലപ്പുറം ജില്ലയിലെ അരീക്കോടിന് സമീപം ആലുക്കലിൽ ഭാര്യയെയും മക്കളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 12 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. പ്രതി മുഹമ്മദ് ഷെരീഫിനെയാണ് ബംഗളൂരിൽ നിന്നും കേരള പോലീസ് പിടികൂടിയത്. നാടിനെ നടുക്കിയ അരീക്കോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയാണ് 12 വർഷത്തിനു ശേഷം പിടിയിലായത്. വാവൂർ കൂടാന്തൊടി മുഹമ്മദ് ഷെരീഫിനെയാണ് വെള്ളിയാഴ്ച പകൽ 3:30 കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഭാര്യയെയും 2 മക്കളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ ഇയാൾ താമസിക്കുന്നതായി കണ്ടെത്തിയ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 2015 കേസിൽ സാക്ഷി വിസ്താരം നടക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളവട്ടൂർ മായങ്കര തടത്തിൽ സാബിറ, മക്കളായ 4 വയസ്സുകാരി ഫാത്തിമ ഫിദ, 2 വയസ്സുകാരി ഹൈഫ എന്നിവരെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഷെരീഫ് അറസ്റ്റിലായത്. 2013 ജൂലൈയിലാണ് സംഭവം. പെരുന്നാളിന് വസ്ത്രങ്ങളെടുത്ത ശേഷം കുടുംബവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ടയർ പഞ്ചറായാണ് അപകടമുണ്ടായതെന്നാണ് ഷെരീഫ് പറഞ്ഞിരുന്നത്. മരിച്ച 2 വയസ്സുകാരി ഫൈഫയുടെ മൃതദേഹവുമായി സമീപത്തെ വീട്ടിലെത്തി ഇയാൾ തന്നെയാണ് സംഭവം പുറത്തറിയിച്ചത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൂട്ടക്കൊലയാണെന്ന് വ്യക്തമായി. ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കി പുതിയ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റകൃത്യം നടന്ന് 76-ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാനായി പ്രതി ഹാജരായിരുന്നു. 2014 ഏപ്രിൽ 22-നാണ് പ്രതി ഒളിവിൽ പോയത്. CTV പ്രാദേശിക വാർത്ത, അരീക്കോട്.